വീര സവർക്കർ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് സി സദാനന്ദൻ മാസ്റ്റർ MP. കേരളത്തിൽ നടക്കുന്നത് ഭാരതത്തിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിവാദങ്ങളാണ്. സവർക്കറെക്കുറിച്ച് ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ ശിക്ഷിക്കുകയാണ് കോൺഗ്രസ് സർക്കാരെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. തുടർന്ന് സദാനന്ദൻ മാസ്റ്റർ സഭയിൽ ദേശഭക്തി ഗാനവും ആലപിച്ചു. പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിപക്ഷം ബഹളം വെച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം വീര സവർക്കർ വിഷയത്തിൽ കേരളത്തിലെ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് കേരളത്തിലെ UDF സർക്കാർ മുന്നോട്ട് പോയത്. ഈ വിഷയം രാജ്യസഭയിൽ കൃത്യമായി ഉന്നയിക്കാൻ സദാനന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, കേരള എന്ന കൊളോണിയൽ പദത്തിൽ നിന്നും കേരളം എന്നുള്ള തനിമയായ പദത്തിലേക്ക് കേരളത്തിൻ്റെ നാമം മാറ്റണമെന്നുള്ള ബില്ലിന്മേലുള്ള പ്രത്യേക ചർച്ചയിലാണ് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ പാർലമെൻറ്റിൽ ഈ വീര സവർക്കറുമായി ബന്ധപ്പെട്ട് ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഉന്നയിച്ചത്. ഇതിൽ കൃത്യമായി അതൊരു പ്രതികാര നടപടിയാണെന്നും അത് ദേശത്തോടുള്ള പ്രതികാരമാണെന്നും ദേശീയതയോടുള്ള പ്രതികാരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് കേരളം എന്ന് കേട്ടാൽ ചോര ഞരമ്പുകളിൽ അഭിമാനമാകുമ്പോൾ അത് ഭാരതം എന്നുള്ള അതിൽ അഭിമാനത്തിലൂന്നിയായിരിക്കണം ചോര ഞരമ്പുകളിൽ തിളക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ഇത്തരത്തിൽ ദേശഭക്തി ഗാനവും അദ്ദേഹം സഭയിൽ ആലപിക്കുകയുണ്ടായി. ആദിശങ്കരൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിലാണ് കേരളം ലോകമെമ്പാടും അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ദേശീയതയെ അല്ലെങ്കിൽ അത്തരം നൂറ്റാണ്ടുകളിൽ ദേശീയതയുടെ ഭാഗമായി നിന്ന ആദിശങ്കരനെ പോലെയുള്ള മഹത്തായ ആചാര്യന്മാരുടെ പാരമ്പര്യ ശേഷികളെ അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. സഭയിൽ ഈ സവർക്കർ വിഷയം ഉന്നയിച്ചതോടുകൂടി പ്രതിപക്ഷം സഭ ബഹളം വെക്കുവാൻ വേണ്ടി ഇടപെട്ടു. JP നദ്ദ, സഭാ കേന്ദ്രമന്ത്രിയും അതേപോലെ തന്നെ സഭാ നേതാവുമായ JP നദ്ദ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രാജ്യസഭയിൽ ഉന്നയിക്കേണ്ട അല്ലെങ്കിൽ ഒരു അംഗത്തിന് ഉന്നയിക്കേണ്ട വിഷയം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയതെന്നും ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വിനോദ്, വ്യക്തമാണ്. കേരള എന്നുള്ള ഇംഗ്ലീഷ് പദം അത് കേരളം എന്നാക്കി മാറ്റിക്കൊണ്ടുള്ള ബില്ല് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അപ്പോഴാണ് കേരളത്തിൽ വീര സവർക്കർക്ക് എതിരായ നടപടി, UDF സർക്കാരിൻ്റെ നടപടി കൃത്യമായി രാജ്യസഭയിൽ ഉന്നയിക്കാൻ സി സദാനന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.